താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി ഉദ്ഘാടനം ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവനാഡിയായ കൃഷിയാണ്. ഈ കൃഷി പ്രകൃതിക്ഷോഭം മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകുന്ന മൂലം നമ്മുടെ കർഷകർക്ക് ഏറെ പ്രതിസന്ധിയിലാണ്. ഇതിനെ എങ്ങനെ തരണം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാൻ ഇവിടെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സംരംഭകരുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഞാറ്റുവേല ചന്തയുടെയും കർഷക സമിതിയുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് PV സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കർഷകർക്കുള്ള പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും വിതരണ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്കല തങ്കപ്പൻ, സീന ദേവസിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അമ്പിളി ശ്രീകുമാർ, മെർലി ആന്റണി, സ്മീന ഷൈജു, കൃഷി ഓഫീസർ ഷിറിൻ ചന്താര, വിവിധ വാർഡംഗങ്ങൾ, കാർഷിക വികസന ക്ലസ്റ്റർ സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്തുകളും അത്തരം കർഷകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തമം സഹായം. ആ സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ കർഷകരായിട്ടുള്ള ആളുകളെ നൂതനങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ടുള്ള ശാസ്ത്രീയ കൃഷി രീതികളും അതെല്ലാം അത് സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ നടത്തുന്നുണ്ട്. അത് ഏറ്റവും കൂടുതലായി ഉപകാരപ്പെടുന്നത് ബന്ധപ്പെട്ട കർഷകർക്കാണ്. കൂൺ കൃഷി അതൊരു നമ്മുടെ ഒരു വരുമാനമാക്കി എടുക്കുന്ന, നമുക്കിപ്പോൾ കുറേ ചേച്ചിമാർ നമ്മുടെ ഇവിടെ തന്നെ കൂൺ കൃഷി ചെയ്യുന്നവരുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ കൂൺ കൃഷിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ SHM സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്റ്റാഫും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് കൂൺ കൃഷിനെ കുറിച്ചും പറഞ്ഞു തരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഭക്ഷണക്രമങ്ങളുടെയും ആഹാരക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ എല്ലാം രക്ഷകരെന്ന് പറയുന്നത് കർഷകരാണ്. ആ കർഷകരുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ഓഫീസ് തലങ്ങളിലൊക്കെ നിന്നുള്ള ആനുകൂല്യങ്ങളും എല്ലാം കൈപ്പറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ കാർഷിക മേഖലയെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ഉത്തരവാദിത്തം. ഇന്നത്തെ നമ്മുടെ ഈ ഞാറ്റുവേല ചന്തയുടെ എല്ലാ സ്റ്റോളുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും നല്ല വിധത്തിൽ ഉപകാരപ്പെടുത്തി നല്ല ക്ലാസ്സുകളാവട്ടെ, കർഷകർക്ക് അവരുടെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഉത്തേജനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വീട്ടിലെ ഒരു പച്ചമുളക് തൈ നമ്മൾ നട്ടു വളർത്തിയാൽ നമ്മൾ കറിക്ക് അതിൽ നിന്ന് എടുക്കുമ്പോഴുള്ള ഒരു സംതൃപ്തി, അതേപോലെ വഴുതിനായാലും വെണ്ടയായാലും എന്തായാലും അത് ചെയ്യുമ്പോഴുള്ളൊരു സംതൃപ്തി അത് ചെയ്യുന്നവർക്കേ മനസ്സിലാവും. അതുപോലെ എല്ലാ കർഷകരെയും അതിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ചെയ്യാൻ എല്ലാ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതിലെല്ലാവരും സന്നദ്ധരാകണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കർഷകർ ഉൽപ്പാദിപ്പിച്ച വിവിധ തരം പച്ചക്കറികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, തൈകൾ എന്നിവയുടെ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. പരിപാടിയോട് അനുബന്ധിച്ച് കർഷകർക്കായി വിവിധ ബോധവൽക്കരണ ക്ലാസുകളും പ്രദർശനങ്ങളും നടന്നു. അപ്പോൾ നമ്മുടെ എൻജിനീയറിംഗ് വിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് കേരളത്തിൽ 2 സ്കീമുകളാണുള്ളത്. ഒന്ന് RKVY PDMC എന്ന് പറഞ്ഞിട്ടുള്ള പെർ ഡ്രോപ്പ് മോർ ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമും, അതുകൂടാതെ SMAM എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഉണ്ട്. അതായത് സബ്മിഷൻ ഓഫ് മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മെഷീൻസിനൊക്കെ സബ്സിഡി കൊടുക്കുക. ഏകദേശം 40 മുതൽ 50% വരെ സബ്സിഡി കൊടുത്ത് കർഷകർക്ക് കൂടുതൽ അഗ്രികൾച്ചറിൽ മെഷീൻ്റെ പ്രാധാന്യം വരുത്തിയിട്ട് അതിൽ കൂടുതൽ
വിള ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഈ പദ്ധതിയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ അടുത്തുള്ള ഡീലേഴ്സിനെ കണ്ടുപിടിക്കണം. അത് ഓൾ കേരള നമുക്ക് കുറേ ഡീലേഴ്സ് ഉണ്ട്. അതുപോലെ ഒരു ഡീലറാണ് നമ്മുടെ രവിചേട്ടൻ സൂര്യയിലെ. അപ്പോൾ ആദ്യമേ നമ്മൾ ഡീലറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡീലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യമേ എടുക്കേണ്ട ഒരു എസ്റ്റിമേറ്റഡ് ലേ ഔട്ട്, അതായത് നമ്മുടെ സ്ഥലം ആൾ വന്ന് കണ്ട് നമ്മുടെ സ്ഥലത്തിന് ഏകദേശം എന്ത് കോസ്റ്റ് ആവും എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റും നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഒരു രേഖയും ഒരു ചിത്രം കൂടെ വരച്ച്, അപ്പോൾ ആ എസ്റ്റിമേറ്റ് ലേ ഔട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ്, അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി, പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി, കരടച്ച റെസിപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കൃഷി ഓഫീസറിന് ഏതൊരു സൈനും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാക്കനാട് AXA ഓഫീസിലോട്ട് അയച്ചു തരുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുതരും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ SMAM പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം, പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിയിലൂടെയുള്ള ജലസേചന ആനുകൂല്യങ്ങൾ, ജലസംരക്ഷണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിലെ ഉദ്യോഗസ്ഥർ കൂൺകൃഷിയുടെ സാധ്യതകൾ, ശാസ്ത്രീയ ഉത്പാദന രീതികൾ, വിപണന സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. നിരവധി കർഷകരും പൊതുജനങ്ങളും ചന്ത സന്ദർശിച്ച് ഉത്പന്നങ്ങൾ വാങ്ങി.